നന്നായി. പഠനത്തിന് പ്രായമില്ല. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, നല്ല കാര്യം. അല്ല, ഹോട്ടൽ വെയിറ്ററാണോ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, ഈ ഡ്രസ് കണ്ടപ്പോ. ഓ, ഇതിപ്പോ ഫാഷനാണ് സാർ. പാൻസിന്റെ തുണി വേസ്റ്റ് വന്നപ്പോൾ ഷർട്ടിൽ ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. ഈ ക്യാമ്പസിൽ നിങ്ങൾ വേസ്റ്റുകളാവരുത്. ഇല്ല, നോ സാർ. ശശി, എന്താ സാർ? ഇവർക്ക് അഡ്മിഷനുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ശരി സാർ, ചെന്നോളൂ. താങ്ക് യു സാർ. അഭിജ്ഞാന ശാകുന്തളം എന്ന കാളിദാസ നാടകത്തിൽ ദുഷ്യന്തന്റെ ഭാര്യയുടെ പേരെന്താണ്? അന്യന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല സാർ. അതാരാണ്? ഇത് ഗോപാലകൃഷ്ണൻ നായരാണ് സാർ. നിങ്ങളല്ല. പിള്ള പറയൂ. പിള്ളേ, ചോദിച്ചു കേട്ടില്ലേ? ഒരു ക്ലൂ തരൂ. എന്ത്? ഈ കക്ഷിക്ക് എന്ത് ഹൈറ്റ് വരും? ഹൈറ്റോ? എടോ, ഒരു അഭിജ്ഞാന ശാകുന്തളമാണ്. എന്ത് സാധനമായാലും വളരില്ല സാർ. ഏതായാലും തന്നേക്കാൾ കൂടുതലുണ്ടാവും. സോറി, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. എന്തായാലും ചന്തയോ? അല്ല സാർ, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇത് ഓഫ് ചെയ്യണോ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. സാറിനൊന്ന് പറയാം, കൂടെ ഇരിക്കുന്ന മത്തി ചീഞ്ഞ സാറ് കാശ് തരോ? അല്ല പിന്നെ സാർ, അതിന്റെ ഉത്തരം ശകുന്തളയല്ലേ? കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം, കുന്തലതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കനകലതയുടെ ചേച്ചിയല്ലേ? നോൺസെൻസ്. മലയാളത്തിലെ ആദ്യത്തെ നോവലല്ലേ സാർ? അതെ, മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത. ചേച്ചിക്ക് അറിയാലോ അല്ലേ? എനിക്കൊരു നോവലേ അറിയൂ, പേറ്റ് നോവൽ. ഓ, നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ. ഇല്ല സാർ, കുരുത്തക്കേട് ഞങ്ങൾ കാണിക്കില്ല. വേണമെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാം. എന്നാ ഇന്ദുലേഖ എഴുതിയാരാ? പിള്ള തന്നെ പറ. പിന്നെ ഞാൻ ഇള തന്നെ പറ. അത് ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, പിള്ള തന്നെ പറഞ്ഞാൽ മതി. പോയാലെ വിളിച്ചോട്ടാ. ഓ, എന്റെ മത്തായി മണി എത്രയായി? മത്തി എവിടെ എത്തിയിരിക്കും? ഇത് എനിക്ക് പുത്തരിയൊന്നുമല്ല. സാറ് വിളിക്കുന്നു. സാറ് എന്റെ പട്ടി വരും. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. അപ്പൊ തുപ്പാമെന്നല്ലേ? തുപ്പാമെന്നതല്ല, എന്റെ തടി തപ്പാമെന്നാ. ഇന്ദിലേക്ക് എഴുതിയത് ആരാ? ചന്തുമേനോൻ. ചന്തിമേനോനാ? ചന്തുമേനോൻ. ഓ, ചന്തുമേനോൻ. ഞാൻ പറഞ്ഞാ തെറ്റിപ്പോ, നീ തന്നെ പോയി പറഞ്ഞാ മതി. ഞാനിവിടെ എൻജോയ് ചെയ്യാൻ വന്നാ. അത് ശരി. നല്ല ആളുടെ കൂടെ ഞാൻ പഠിക്കാൻ വന്ന. എനിക്ക് പഠിക്കണം, ഡിഗ്രി എടുക്കണം, ഒരു PSC ടെസ്റ്റിംഗിൽ എഴുതി എനിക്ക് ജയിക്കണം. അതുകൊണ്ട് ഉറപ്പാ ഞാനില്ല.